പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സിന്റെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻസിന്റെ ടൈംസ് ഇൻ പാർട്ട് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഒരു പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പേജ് നമ്പർ 37 ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. 1/2 kilogram of rice is equally filled in 4 bags. അതായത് 1/2 കിലോ അരി 4 ബാഗുകളിലായിട്ട് ഒരേപോലെ വീതിച്ചു. If we take 3 such bags together, how much rice do we get? അങ്ങനെയുള്ള 3 ബാഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര അരി കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കാണേണ്ടത് എന്താണ്? 1/2 കിലോഗ്രാമിനെ 4 ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ ഭാഗിച്ച് 4 ബാഗുകളിലേക്ക് മാറ്റി. അപ്പോൾ അതിൽ ഒരു ബാഗിൽ എത്ര കാണും? 1/4 ആയിരിക്കും അല്ലെ. ആ 1/4നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/2 ഇൻറ്റു 1/4 അത് എത്രയായിരിക്കും? 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 4 8. അപ്പോൾ ഒരു ബാഗിൽ എത്ര കാണും അരി? 1/8 കിലോഗ്രാം കാണും. ഓക്കെ, അങ്ങനെയുള്ള 3 ബാഗ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ 1/8നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 എന്ന് പറയുന്നത് 3/1 ആണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹോൾ നമ്പറിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? താഴെ ഡിനോമിനേറ്റർ ആയിട്ട് ഒരു 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് അത് ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ 1 ഇൻറ്റു 3 എത്രയാണ്? 3. നെക്സ്റ്റ് 8നെ ഇവിടെ താഴെ 1 ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 8 ഇൻറ്റു 1 8 തന്നെ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 3/8 കിലോഗ്രാം ആണ് 3 ബാഗും കൂടെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള അരിയുടെ അളവ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. പേജ് നമ്പർ 38 ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഉള്ള ഒരു കണക്കാണിത്. ക്യാൻ യു ഫൈൻഡ് 2/5 ഓഫ് 1/3 മീറ്റർ? അതായത് 1/3 മീറ്ററിന്റെ 2/5 കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3/1 മീറ്ററിന്റെ 5/2 ഭാഗം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2/5 ഇൻറ്റു 1/3. ഇതുപോലെ തന്നെ നമുക്ക് 2 ഇൻറ്റു 1 2, 5 ഇൻറ്റു 3 15. അപ്പൊ എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 2/15 മീറ്റേഴ്സ്. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാ കണ്ടെടുത്തേണ്ടതെന്ന്. ക്യാൻ യു ഫൈൻഡ് 2/5 ഓഫ് 1/3 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 2/5നെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ? 2/15 മീറ്റേഴ്സ്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു വി ഫൈൻഡ് 4/5 ഓഫ് 2/3? 2/3യുടെ 4/5 ഭാഗം എങ്ങനെ കണ്ടെത്തും? അതായത് 3/2ന്റെ 5/4 ഭാഗം എങ്ങനെ നമുക്ക് കണ്ടെത്താം? എങ്ങനെ കണ്ടെത്താം? 4/5 ഇൻറ്റു 2/3. 4 ഇൻറ്റു 2 എത്രയാണ്? 8. 5 ഇൻറ്റു 3 15. ആൻസർ എത്രയാണ്? 8/15. സിമ്പിൾ ആണല്ലോ, ചെയ്യാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 39 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് 4/9 ഓഫ് 3/5. അതായത് 5/3ന്റെ 9/4 ഭാഗം കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 4/9 ഇൻറ്റു 3/5. 4 ഇൻറ്റു 3 എത്രയാണ്? 12. 5 ഇൻറ്റു 9 45. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാമല്ലോ. ഇതിന് രണ്ടിനെയും ഭാഗിച്ചു പോകുന്ന നമ്പർ ഏതാണ്? 3 ഉണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ 4 3s are 12. ഇവിടെയോ 15 അല്ലെ. 15 3s are അല്ലെ 45. അപ്പൊ 4/15 എന്ന് കിട്ടും. ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. ഈ ചെയ്തിരിക്കുന്ന ഇത്രയും ഭാഗത്ത് നിന്ന്, അതായത് 4/9 ഇൻറ്റു 3/5 ഇല്ലേ, ഇതിനെ നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾക്കറിയാം ഒരേപോലെ വരുന്നിടത്ത് ന്യൂമറേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുമെന്നറിയാം. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 3യും ഈ 9ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയാൽ ഇവിടെ എത്ര വരും? 3 വരും അല്ലെ. ഇവിടെ 1ഉം വരും. ഇനി 1 ഇൻറ്റു 4 എത്രയാണ്? 4. 3 ഇൻറ്റു 5 എത്രയാണ്? 15. ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിക്കൊണ്ട് ആൻസറിലേക്ക് എത്താം. അപ്പൊ ഇതായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ മെത്തേഡിൽ, അതായത് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇതിൽ എന്തെങ്കിലും, അതായത് ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും?
ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ ഇപ്പൊ ഈ 4ഉം ഈ 5ഉം തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ 4ഉം 9ഉം തമ്മിൽ ഡിവൈഡ് ചെയ്ത് പറ്റത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന, അതായത് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ഇവിടെ 9ഉം 3ഉം, 9-ാകത്ത് 3 എത്ര പ്രാവശ്യം ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. 3-ാകത്ത് 3 1 ടൈംസ് ഉണ്ട്. അപ്പൊ അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി അല്ലെ. അപ്പൊ ഇവിടെ 1ഉം ഇവിടെ 3ഉം വന്നു. അപ്പൊ 4 × 1 4ഉം വന്നു, 3 × 5 15ഉം വന്നു. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, വീണ്ടും സ്മോളസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ള വേയിൽ ചെയ്ത് നോക്കുക. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് പേജ് നമ്പർ 40 കിടക്കുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ ദ ലൈൻ AB 12 cm ലോങ്, മാർക്ക് C on it such that AC is 2/3 of AB. Mark D such that AD is 1/4 of AC. What fraction of AB is AD? Okay, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കണം. എത്ര സെന്റിമീറ്ററിൽ? 12 സെന്റിമീറ്ററിൽ AB എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുക. ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 12 സെന്റിമീറ്റർ. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാർക്ക് C on it such that AC is 2/3 of AB. ഈ AB-യുടെ 3/2 ഭാഗത്തിലായിട്ട് എന്ത് അടയാളപ്പെടുത്തണം? C അടയാളപ്പെടുത്തി AC എന്നുള്ള ലൈൻ വരയ്ക്കുക. AC എന്നുള്ള ലൈൻ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിന്റെ 2/3 ആണ് ഏതെന്ന് പറയുന്നത്? AC എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ 2/3 ഭാഗം നമ്മൾ കണ്ടെത്തിയതിന് ശേഷം വേണം നമ്മൾ C എന്നുള്ള പോയിന്റ് അടയാളപ്പെടുത്താൻ. അപ്പോൾ 12ന്റെ 2/3 12 × 2/3 എത്രയാണ്? ഈ 12ഉം ഈ 3യും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകില്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? 4 വരും. 4 × 2 എത്രയാണ്? 8. അപ്പൊ ഈ 8 സെന്റിമീറ്ററിൽ വേണം ഏത് പോയിന്റ് അടയാളപ്പെടുത്താൻ? C എന്നുള്ള പോയിന്റ് അടയാളപ്പെടുത്താൻ. അപ്പോൾ ഇത് എത്ര വരും? 8 സെന്റിമീറ്റർ. ഓക്കെ, AC എന്ന് പറയുന്ന ലൈൻ എത്ര സെന്റിമീറ്റർ ആണ്? 8 സെന്റിമീറ്റർ. അതായത് AB-യുടെ എത്ര ഭാഗമായിരുന്നു? 3/2 ഭാഗമായിരുന്നു അല്ലെ. അതായത് 2/3 ഓഫ് ഏത്? AB. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാർക്ക് D such that AD is 1/4 of AC. അപ്പൊ AC എന്ന് പറയുന്നത് എത്രയാണ്? 8 സെന്റിമീറ്ററിന്റെ 1/4 ആണ് ഏതെന്ന് പറയുന്നത്? AD എന്ന് പറയുന്നത്. അപ്പൊ 8 × 1/4. ഈ 8ഉം 4ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. അപ്പൊ 8-നകത്ത് എത്ര 4 ഉണ്ട്? 2 4. അപ്പൊ 2 × 1 2 തന്നെ. അപ്പൊ ഇവിടെ എത്ര സെന്റിമീറ്റർ മാറ്റി വേണം D മാർക്ക് ചെയ്യാൻ? AC-യുടെ 4/1 ഭാഗത്ത്, അതായത് 2 സെന്റിമീറ്റർ മാറ്റി വേണം D എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? AD കിട്ടി. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് AB ഈസ് AD? AD-യുടെ എത്ര ഭാഗമാണ്? AB-യുടെ എത്ര ഭാഗമാണ് AD എന്ന് പറയുന്നത്? അപ്പോൾ ഫ്രാക്ഷനിലേക്ക് നമുക്കിത് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? AD എന്ന് പറയുന്നത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. AB എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2/12 അല്ലെ. AD-യുടെ 2ഉം AB എന്ന് പറയുന്നത് എത്രയാണ്? 12ഉം ആണ്. അപ്പൊ 2/12 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/6. അപ്പോൾ റൈറ്റ് ഫ്രാക്ഷൻ ഓഫ് AB ഈസ് AD എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 1/6. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് AB ഈസ് AD ഈക്വൽസ് എത്രയാണ്? 1/6. AB-യുടെ എത്ര ഭാഗമാണ് AD എന്ന് പറയുന്നത്? 6/1 ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? AD എന്ന് പറയുന്നത്. ഏതിന്റെ? AB-യുടെ. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, പേജ് നമ്പർ 40-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a 2 meter long rope is cut into 5 equal pieces. What is the length of 3/4 of one piece? How many centimeters is this? Okay, അതായത് a 2 meter long rope is cut into 5 equal pieces. ഒരു 2 മീറ്റർ നീളമുള്ള റോപ്പ് കയറിനെ എത്ര തുല്യ ഭാഗങ്ങളാക്കി? 5 തുല്യ ഭാഗങ്ങളാക്കി. അപ്പൊ അതിൽ ഒരു ഭാഗത്തിന്റെ നീളം എത്രയായിരിക്കും? 2/5. ഓക്കെ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് വൺ പീസ്? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 2/5 ആണല്ലോ. അതിന്റെ 3/4 ഓഫ് വൺ പീസ്. 3/4 ഓഫ് വൺ പീസ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ആണ്. 4/1 ഭാഗത്തിനാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ 3 ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയായി? 3/4
4. അതായത് 3 4 ചേർന്നാൽ എത്രയായി? 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 എത്രയാണ്? 3/4. അപ്പൊ ഇവിടെ എത്രയാണ് നമുക്ക് കാണണ്ടേ? ഈ 2/5ന്റെ 3/4 ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2/5 ഇൻറ്റു 3/4 എത്ര കിട്ടും നമുക്ക്? 2 ഇൻറ്റു 3 6, 5 ഇൻറ്റു 4 എത്രയാണ്? 20. ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാമല്ലോ. 6/20 എങ്ങനെ എഴുതാം? നമുക്ക് 2 കൊണ്ട് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? 3യും വരും, ഇവിടെ 10ഉം വരും. 3/10 എന്നുള്ള ആൻസർ വരും. 6നകത്ത് 2 3 ടൈംസ് ഉണ്ട്, 20കകത്ത് 2 10 ടൈംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്? 3/10. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി സെന്റിമീറ്റേഴ്സ് ഈസ് ദിസ്? ഈ 3/10 എന്ന് പറയുന്നത് 10ൽ 3 ഭാഗം എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? ഇതിപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? മീറ്ററിലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 10ൽ 3 മീറ്റർ ആണ്, അല്ലെങ്കിൽ 3/10 മീറ്റർ ആണ്. ഇതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാനായി നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3/10 ഇൻറ്റു 100, 10ൽ 3 ഗുണം 100. അപ്പൊ ഈ സീറോയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ഇനി 3യെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാണ് ആൻസർ? 30 സെന്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഈ റോപ്പിന്റെ ഒരു ഭാഗത്തിനെ വീണ്ടും 3/4 ഭാഗമാക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. ആദ്യം 2 മീറ്റർ നീളമുള്ള ഒരു കയറിനെ 5 തുല്യ ഭാഗങ്ങളാക്കി, ആ 5 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു പീസിനെ എടുത്ത് വീണ്ടും 4ൽ 3 ഭാഗമാക്കി മുറിച്ചെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ അളവെന്ന് പറയുന്നത് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 liters of water is used to fill 4 identical bottles. അതായത് 4 ഒരേപോലെയുള്ള കുപ്പികളിലേക്ക് എത്ര ലിറ്റർ വാട്ടർ നിറച്ചു? 3 ലിറ്റർ വാട്ടർ നിറച്ചു. അപ്പോൾ ഒരു ബോട്ടിൽ എത്ര ലിറ്റർ വെള്ളം കാണും? 3/4. ഓക്കെ, ഒരു ബോട്ടിൽ എത്രയായിരിക്കും? 3/4. ഓക്കെ, 1 bottle is used to fill 5 identical cups. ഇങ്ങനെ ഒരു ബോട്ടിലിൽ 3/4ൽ നിന്ന് ഇത് എത്ര കപ്പിലേക്ക് മാറ്റി? 5 ഒരേപോലെയുള്ള കപ്പിലേക്ക് മാറ്റി. അപ്പോൾ ഒരു കപ്പിൽ എത്രയായിരിക്കും കിട്ടുക? 1/5 ആയിരിക്കും അല്ലെ? അപ്പോൾ ഇതിനെ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു കപ്പിലുള്ള എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, ഹൗ മച്ച് വാട്ടർ ഈസ് ഇൻ വാട്ട് കപ്പ്? അപ്പം 3 ഇൻറ്റു 1 എത്രയാണ്? 3. 4 ഇൻറ്റു 5 20. അപ്പൊ ആൻസർ എത്ര കിട്ടി? 3/20 ലിറ്റേഴ്സ് എന്നുള്ളത് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മെനി മില്ലി ലിറ്റേഴ്സ് ഈസ് ദിസ്? ഇതെന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3/20 ഇൻറ്റു ലിറ്ററിനെ മില്ലി ലിറ്ററിലോട്ട് ആക്കാനായിട്ട് എത്ര കൊണ്ട് ഗുണിക്കണം? 1000 കൊണ്ട് ഗുണിക്കണം, ഇൻറ്റു 1000. അപ്പൊ ഈ സീറോയും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. 2ഉം 100ഉം, അതായത് 100ന്റെ പകുതി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 100ന്റെ ഏത് നമ്പർ ആണോ അതിന്റെ പകുതി കണ്ടാൽ മതി. ഇവിടെ 100 ആണ്, അതിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. ഇനി ഈ 50യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 50 ഇൻറ്റു 3 എത്രയാണ്? 5 ഇൻറ്റു 3 15. 15ന്റെ കൂടെ ഈ 0 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ 150 മില്ലി ലിറ്റേഴ്സ്. ഇത് എന്താണ്? മില്ലി ലിറ്റേഴ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്. അപ്പൊ ആൻസർ എത്രയാണ്? 150 മില്ലി ലിറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 40ലെ 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ 5 kilogram pumpkin is cut into 5 equal pieces. 5 കിലോയുള്ള ഒരു പംകിൻ എത്ര ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തു? 5 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അപ്പം 5 കിലോഗ്രാം ഉള്ളത് 5 ഈക്വൽ പീസസ് ആക്കി എന്ന് പറഞ്ഞാൽ 5/5 എത്ര കിലോഗ്രാം വരും? ഒരു പീസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം വരും അല്ലെ? ഈച്ച് പീസ് ഈസ് ഫർദർ കട്ട് ഇൻറ്റു 2. ഇനി ഈ 1 കിലോഗ്രാമിനെ വീണ്ടും എത്രയായിട്ട് കട്ട് ചെയ്തു? 1നെ 2 ആയിട്ട് കട്ട് ചെയ്തു. അപ്പൊ എത്രയായി? 1/2 കിലോഗ്രാം അല്ലെ? 1ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 1/2 അല്ലേ? അപ്പൊ 2 പകുതികളായി അല്ലെ? 1/2 കിലോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 1/2 കിലോഗ്രാം. ഓക്കെ, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് സച്ച് പീസസ്? ഈ 1/2 കിലോഗ്രാം എന്ന് പറയുന്നതാണ് ഒരു ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ആദ്യം ഒരു പംകിനെ 5 ഈക്വൽ പീസസ് ആക്കി. അപ്പൊ ഒരു ഇതിന്റെ വെയിറ്റ് എത്ര വന്നു? 1 കിലോഗ്രാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇതും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 1 കിലോഗ്രാം. അടുത്തത്
അതിന് ആ 1 കിലോഗ്രാമിനെ വീണ്ടും എത്രയാക്കി? 1നെ 1/2 ആക്കി മാറ്റി അല്ലേ? 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതാണല്ലോ 1/2 എന്ന് പറയുന്നത്. 1 ഇൻറ്റു 1/2 ഹാഫ് കിലോഗ്രാം ആക്കിയപ്പോൾ ഇവിടെ എത്രയായി? 1/2. അപ്പോൾ 2 ഈക്വൽ പീസസ് കിട്ടി. ഓക്കെ, ഹാഫ് കിലോഗ്രാം ഉള്ള. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് സച്ച് പീസ്? അപ്പോൾ ഓരോന്നിന്റെയും വെയിറ്റ് എത്രയാണ്? ഹാഫ് കിലോഗ്രാം. ഹൗ മെനി ഗ്രാംസ് ഈസ് ദിസ്? ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇത് എത്ര ഗ്രാം ആണെന്ന് നമുക്കറിയാം. 1/2 കിലോ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 500. 1 കിലോ 1000 ഗ്രാമും 1/2 കിലോ എന്ന് പറയുന്നത് 500 ഗ്രാംസും ആണ്. അപ്പൊ ഇത് എത്ര ഗ്രാംസ് ആണ്? 500 ഗ്രാംസ്. ഓക്കെ, ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമായിരുന്നു? ഈ ഹാഫിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 1000 പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 500. ഇങ്ങനെയാണ് നമുക്ക് എത്രയെന്ന് കിട്ടിയത്? 500 ഗ്രാംസ് എന്ന് കിട്ടിയത്. അപ്പോൾ ഈ പംകിനെ ആദ്യം 5 പീസസ് ആക്കി, പിന്നെ ആ ഓരോ പീസിന് അപ്പൊ എത്ര കിലോ വെച്ച് വന്നു? 1 കിലോ വെച്ച് വന്നു. 5 കിലോ ഉള്ള ഒരു വലിയൊരു പംകിനെ എടുത്തിട്ട് 5 പീസസ് ആക്കിയപ്പോൾ അതിൽ ഒരു പീസ് എന്ന് പറയുന്നത് എത്ര കിലോ ആയിരുന്നു? 1 കിലോ ആയിരുന്നു. ആ 1 കിലോയെ വീണ്ടും 2 പീസസ് ആക്കി. അപ്പോൾ എത്ര കിലോ ആയി? ഒരെണ്ണം എന്ന് പറയുന്നത് ഹാഫ് കിലോ ആയി. ആ ഹാഫ് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ അത് എത്ര ഗ്രാം ആയിട്ട് മാറി? 1 കിലോ എന്ന് പറയുന്നത് 1000 ഗ്രാംസ് ആണ്. ഹാഫ് കിലോ എന്ന് പറയുന്നത് എത്ര ഗ്രാംസ് ആണ്? 500 ഗ്രാം. ഓക്കെ, മനസ്സിലായല്ലോ. പേജ് നമ്പർ 40-ലെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ഇത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഗുണിച്ചുകൊണ്ട് ഉത്തരം കണ്ടെത്തുക. 3/7 ഓഫ് 2/5, അതായത് 7ൽ 3ന്റെ 5ൽ 2 ഭാഗം, അല്ലെങ്കിൽ 5ൽ 2ന്റെ 7ൽ 3 ഭാഗം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 3/7 ഇൻറ്റു 2/5. 3 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6. 7 ഇൻറ്റു 5 എത്രയാണ്? 35. ആൻസർ എത്രയാണ്? 6/35. നെക്സ്റ്റ് 3/5 ഓഫ് 7/2. അപ്പോൾ എങ്ങനെയാണ്? 3/5 ഇൻറ്റു 7/2. 3 ഇൻറ്റു 7 എത്രയാണ്? 21. 5 ഇൻറ്റു 2 എത്രയാണ്? 10. ആൻസർ എത്രയാണ്? 21/10. നെക്സ്റ്റ് 2/3 ഓഫ് 3/4. ആൻസർ എങ്ങനെ എഴുതും? 2/3 ഇൻറ്റു 3/4. ആൻസർ എത്രയാണ്? 2 ഇൻറ്റു 3 6. 4 ഇൻറ്റു 3 12. ഇവിടെ നമുക്ക് വീണ്ടും ഇതിനെ ക്യാൻസൽ ചെയ്ത് പോകും. 6 കൊണ്ട് തന്നെ രണ്ടിനും ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 1/2 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 5/6 ഓഫ് 3/10. അപ്പോൾ എങ്ങനെയാണ് എഴുതട്ടെ? 5/6 ഇൻറ്റു 3/10. ആൻസർ എത്ര കിട്ടും? 5 ഇൻറ്റു 3 15. 6 ഇൻറ്റു 10 60. പിന്നെ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ സാധിക്കും. എങ്ങനെയാണ്? 15 കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. 15 ഇൻറ്റു 4 ആണ് 60 എന്ന് പറയുന്നത്. 1 ആണ് 15. അപ്പോൾ ആൻസർ എത്രയാണ്? 1/4. ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതണം. ഓക്കെ, താങ്ക് യു.